പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബയോ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സുവോളജി ലാബ് എക്സാം പ്രാക്ടിക്കൽ എക്സാമിൽ എന്തെല്ലാം ഇമേജസുകൾ ചിത്രങ്ങളാണ് നമ്മൾ വരച്ച് എക്സാമിനർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു മസിൽ ടിഷ്യൂവിൻ്റെ ചിത്രം വരയ്ക്കാനുണ്ടാവുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡിസ്പ്ലേ വെച്ച സ്ഥലത്ത് ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാവും. ഈ മൈക്രോസ്കോപ്പിൽ ഏതെങ്കിലും ഒരു മസിൽ ടിഷ്യൂസിൻ്റെ സ്ലൈഡ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഒന്നെങ്കിൽ സ്കെലറ്റൽ മസിലാവാം, അതല്ലെങ്കിൽ സ്മൂത്ത് മസിലാവാം, അതും അല്ലെങ്കിൽ കാർഡിയാക് മസിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോസ്കോപ്പിൽ നോക്കുക. മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത് ഏത് മസിലാണെന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, നമ്മൾ കാണുന്ന ഈ ഒരു ഉദാഹരണമായി സ്കെലറ്റൽ മസിൽ, ഈ സ്കെലറ്റൽ മസിലിൻ്റെ ഒരു രൂപമായിരിക്കില്ല നമ്മുടെ മൈക്രോസ്കോപ്പ് കാണുക. വളരെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കൊരു സിമിലാരിറ്റി പോലും പലപ്പോഴും തോന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ പോയ ശേഷം നിങ്ങളുടെ സ്കൂളിലെ ലാബിലെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അതിൽ കാണുന്ന സ്കെലറ്റൽ മസിൽ എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ രൂപമൊക്കെ ഒന്ന് പേപ്പറിലോ നോട്ട്ബുക്കിലോ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് എക്സാം ഹാളിൽ പോയിട്ട് നിങ്ങൾ ഈ സ്കെലറ്റൽ മസിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രം വരയ്ക്കുക. ഇനി സ്മൂത്ത് മസിലാണെങ്കിൽ അതിൻ്റെ ചിത്രം വരക്കണം, കാർഡിയാക് മസിലാണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നേരത്തെ നടന്ന മോഡൽ പരീക്ഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമിൽ ഈ ഒരു ഡയഗ്രാം വേണ്ട രൂപത്തിൽ കാണാൻ നിങ്ങൾ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴെങ്കിലും എക്സാമിന് മുൻപായി നിങ്ങളുടെ സുവോളജി ടീച്ചറെ കാണുകയും ഒന്നുകൂടി ഇതൊരു കാണാനുള്ള അവസരം ഒരുക്കി തരാൻ വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്താൽ അവർ ചെയ്തു തരുന്നതാണ്. ഓക്കെ, കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചിത്രം വരക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തണം. ഒരുപാട് ഭാഗങ്ങളും ലാബിൽ ചെയ്യേണ്ടതില്ല, ഒരു ഭാഗം ലാബിൽ ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനായി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യനായി വരുന്നത് ഒരു എംബ്രിയോളജി സ്ലൈഡായിരിക്കും. അതൊന്നെങ്കിൽ ടെസ്റ്റിസ്, അതല്ലെങ്കിൽ ഓവറി, അതുമല്ലെങ്കിൽ ബ്ലാസ്റ്റുല. ഓക്കെ, ഇതും ഇതേ രൂപത്തിൽ തന്നെയാണ്. നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് ഐഡൻറ്റിഫിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രവും മാറും. നേരത്തെ പറഞ്ഞ മസിൽ ടിഷ്യൂസിന് 2 മാർക്കാണ്, ടെസ്റ്റിസ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ എംബ്രിയോളജി സ്ലൈഡിനും 2 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു അശ്രദ്ധ കാരണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റും, സ്വാഭാവികമായും നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രവും തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമിന് വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് പോകും. അശ്രദ്ധ കാരണമാണ് സുവോളജിയിലെ മാർക്ക് നമുക്ക് എപ്പോഴും നഷ്ടപ്പെടുക. ഓക്കെ, എന്നാൽ കൂടി പറയുകയാണ്, നമ്മുടെ മസിൽ ടിഷ്യൂസിൻ്റെ അത്ര പ്രയാസം എന്തിനില്ല, നമ്മുടെ ഈ എംബ്രിയോളജി സ്ലൈഡുകൾ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യാനില്ല. കൂടുതലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് മതി, ഈ 3 മസിൽ മാത്രം മനസ്സിൽ മതി. അല്ലാതെ 2 മൈക്രോസ്കോപ്പ് ഉണ്ട്, 6 ഇമേജസ്, 6 സ്ലൈഡ് ഓർത്ത് വെക്കണം എന്ന് നമ്മളെ മൈൻഡിൽ വേണ്ട. നമ്മൾ 5th ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സ്കെലറ്റൽ മസിൽ, അതുപോലെ സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽ, അതുപോലെ തന്നെ നമ്മൾ 5th അല്ല പറഞ്ഞ് 5th കഴിഞ്ഞാൽ 6th ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് മതി, ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല എന്നീ 3 ചിത്രങ്ങൾ മതി. ഈ ബ്ലാസ്റ്റുലയുടെ ചിത്രം ഇതുപോലെ മനോഹരമായി വരയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം എങ്കിലും നമ്മൾ ലാബിൽ ചെയ്യണം. അതുപോലെ തന്നെ ഓവറിയുടെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം ഭംഗിയായി വരയ്ക്കുക. ഒരു ഭാഗം എങ്കിലും ഭംഗിയായിട്ട് ലാബിൽ ചെയ്യുക. ടെസ്റ്റിസിൻ്റെ ചിത്രം ചില സ്കൂളുകളിലൊക്കെ വേറെ ഡയഗ്രാം വരച്ചവർ ചിലപ്പോൾ ഉണ്ടാകും. ഉദാഹരണം ഇത്രയും ഭാഗം മാത്രമായിട്ട് വരക്കുന്ന രീതിയും ചില ആൾക്കാർ ചെയ്യാറുണ്ട്, മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്താതെ. അങ്ങനെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് എക്സാമിന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കുന്ന ഡയഗ്രാമായിട്ട് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 7ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിന് നമുക്ക് 3 മാർക്കാണ് ഉണ്ടാകും. 3 മാർക്ക് കേട്ടോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒന്നെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ആയിരിക്കും. അപ്പോൾ എക്സാമിനർ 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നിങ്ങളോട് പറയും ഡ്രോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. എന്നിട്ട് പറയും ആ എക്സാമിനർ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും 4 ഭാഗങ്ങൾ ലാബിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ഫാരിങ്സ് മുതൽ റെക്റ്റം വരെയുള്ള
എല്ലാ ഭാഗവും ലേബൽ ചെയ്യാൻ ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ഇതിനാകെ 3 മാർക്കാണ് ഉണ്ടാവുക. 3 മാർക്കാണ് ഉണ്ടാവുക. അതിൽ 2 മാർക്ക് എന്താണ്? 2 മാർക്ക് ഡയഗ്രം വരയ്ക്കാനും 1 മാർക്ക് ലേബലിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ലേബൽ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/4 മാർക്ക് അതിന് നഷ്ടമാവും. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഒരു ബാച്ച് കുട്ടികളാണെങ്കിൽ മിക്കവാറും സ്കൂൾ 3 ഒരു ഡിവിഷനുള്ളതെങ്കിലും സ്കൂളിൽ എന്തുണ്ടാവും 3 ബാച്ചുകളായിരിക്കും ലാബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ബാച്ചിന് ചിലപ്പോൾ കോക്രോച്ചായിരിക്കും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന് എന്ത് ചെയ്യും? വിസറ ഓഫ് ദ ഫ്രോഗാണ് നൽകുക. ചിലപ്പോൾ രണ്ടും സെയിം ഒക്കെ തരട്ടോ. അങ്ങനെ സെയിം തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ എല്ലാറ്റിനും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് പിന്നെ നമ്മുടെ സീനിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചിട്ട് എനിക്കിതാ വരാമെന്ന് ഉറപ്പിച്ചോ പോകണ്ട. എക്സാമിനർക്ക് എന്താണോ തോന്നുന്നത് അത് അവരുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒന്നാണ് വിസറ ഓഫ് ദ ഫ്രോഗ്. ഈ വിസറ ഓഫ് ദ ഫ്രോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡയഗ്രം വളരെ ഭംഗിയായിട്ട് വരക്കണം. കൂട്ടത്തിൽ അവർ ആവശ്യപ്പെടുന്ന ഭാഗങ്ങൾ മാത്രം, നമുക്ക് ഇഷ്ടമുള്ള 4 ഭാഗം പഠിച്ചു പോയാൽ പോരെ, അവരാവശ്യപ്പെടുന്ന ഭാഗങ്ങൾ ഈസോഫാഗസ്, ലിവർ, സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം തുടങ്ങി എല്ലാ ഭാഗങ്ങളും നമുക്ക് ലേബൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അവിടെയും ഇവിടെയായിട്ട് നമ്മൾ 1/2 മാർക്ക് വീതം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ടോട്ടലി ഔട്ട് ഓഫ് 20 ഒരുപാട് മാർക്കുകൾ നഷ്ടമാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യനായി വരിക ചീക്ക് എപ്പിത്തീലിയമായിരിക്കും. 9ാമത്തെ ക്വസ്റ്റ്യനായി വരിക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യന് വേറൊരു ഓപ്ഷൻ കൂടി ബ്ലഡ് സെല്ലും ചോദിക്കാം. ഏതെങ്കിലും ഒന്ന് എല്ലാവർക്കും വരും. അപ്പോൾ ചീക്ക് എപ്പിത്തീലിയം ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്യാം? ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് എക്സാമിനറെ വിളിക്കാം. ഓക്കെ, എന്നിട്ട് അവർ എക്സാമിനറെ കാണിച്ചു കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ ഒരു ഡയഗ്രം വരച്ചിട്ട്, ഈ ഡയഗ്രം തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ ടീച്ചർ ലാബ് റെക്കോർഡിൽ വരക്കാൻ പറഞ്ഞ ഡയഗ്രം മതി. അപ്പോൾ ചില റെക്കോർഡുകളിലൊക്കെ ചിത്രത്തിൻ്റെ രൂപത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, എല്ലാം ഒരുപോലെ ആണെങ്കിൽ കൂടി. അപ്പോൾ ഈ ഒരു ഡയഗ്രം വരയ്ക്കുക. ചീക്ക് എപ്പിത്തീലിയം അല്ല നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിന് പകരം എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബ്ലഡ് സെല്ലിൻ്റെ ബ്ലഡ് സ്മിയർ തയ്യാറാക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് സ്മിയർ തയ്യാറാക്കണം. ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ തിൻ ലെയർ തയ്യാറാക്കി അതിൽ നമുക്ക് ലെയ്ഷ്മാൻ സ്റ്റെയിൻ ആഡ് ചെയ്ത ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് എക്സാമിനറെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലിൻ്റെ ചിത്രം എന്ത് ചെയ്യണം? വരച്ച് സബ്മിറ്റ് ചെയ്യും വേണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഏത് ബ്ലഡ് സെല്ലും നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. എന്നാൽ കൂടി നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കണ്ടിട്ടുള്ളൊരു സെല്ലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ബ്ലഡ് സെല്ലാണെന്ത്? RBC സെല്ല്. അപ്പോൾ ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് RBC സെല്ല് വരച്ച് കാണിക്കാൻ സാധിക്കും. RBC സെല്ലിന് നമുക്കറിയാം ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഒന്ന് ലാബിൽ ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ ചിത്രം തെറ്റായ ഇമേജായി മാറും. RBC സെല്ലിൻ്റെ ചിത്രം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് കുട്ടികൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു PDF ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്, പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് സുവോളജി ലാബ് എക്സാമിൽ വരച്ചു പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ഇതെല്ലാം നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങുക, മിടുക്കരാവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം.